എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ.കെ. തഴവ. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് 2026 അവസാനം വരാൻ പോകുന്ന ഒരു വലിയ സുവർണ അവസരത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ഡിഗ്രി നിലവാരമുള്ള ഒരു പരീക്ഷയുണ്ട്. കേരളത്തിൽ ഇംഗ്ലീഷിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പരീക്ഷയുണ്ട്. 170 മാർക്കിൽ 110 മാർക്കിനും ഇംഗ്ലീഷുള്ള ഒരു പരീക്ഷയുണ്ട്. കേരള ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു പരീക്ഷയുണ്ട്. ഒരു ഹൈ പ്രൊഫൈൽ ജോലിയുണ്ട്. എറണാകുളത്ത് സെറ്റിലാവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഒരു അവസരമാണ് വരാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷയെക്കുറിച്ചാണ്. 2026 അവസാനം നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പോൾ PSC എക്സാമുകളൊക്കെ എഴുതുന്നവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കാലതാമസമാണ്. നോട്ടിഫിക്കേഷൻ വരാനുള്ള കാലതാമസം, അത് കഴിഞ്ഞ് എക്സാം ഡേറ്റ് വരാനുള്ള കാലതാമസം, ലിസ്റ്റിൽ വന്നാലും പലപ്പോഴും ജോലി കിട്ടാതെ പോകുന്ന സാഹചര്യവുമുണ്ട്. അവിടെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷ വ്യത്യസ്തമാകുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും. അടുത്ത 6 മാസത്തിനുള്ളിൽ നിയമനം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. 2019 നടന്നു, അത് കഴിഞ്ഞ് 2024 നടന്നു, 2027 പരീക്ഷ നടക്കാൻ പോകുന്നു. കഴിഞ്ഞ 2 തവണയും ഈ കോഴ്സ് ലീഡ് ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ് ഞാൻ. ചലഞ്ചർ ആപ്പിലും കോഴ്സ് ഉണ്ടായിരുന്നു. ഇനി ഈ പരീക്ഷയുടെ രീതിയെക്കുറിച്ച് പറയാം. 3 ഫേസായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ, 2 ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ, 3 ഇൻ്റർവ്യൂ. മൊത്തത്തിൽ 170 മാർക്കാണ്. ഒബ്ജക്റ്റീവ് പരീക്ഷ OMR പരീക്ഷയാണ്. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. സാധാരണ PSC പരീക്ഷ എഴുതുന്ന പോലെ തന്നെയാണ്. അവിടെ 50 മാർക്ക് ഇംഗ്ലീഷാണ്, 40 മാർക്ക് GK ആണ്, 10 മാർക്ക് മാത്സ് റീസണിംഗ് ആണ്. ഏറ്റവും കുറച്ച് മാർക്ക് വരുന്നത് മാത്സ് ആണ്. നെഗറ്റീവ് മാർക്കുണ്ട്. 4 തെറ്റിന് 1 മാർക്ക് വെച്ചാണ് കുറയ്ക്കുന്നത്. ഇനി ഈ 50 മാർക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് പറയാം. ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്, ഇംഗ്ലീഷ് വൊക്കാബുലറി ഉണ്ട്, കൂടാതെ ലീഗൽ വൊക്കാബുലറി ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. രണ്ടാമത് GK യിൽ വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് ഒന്നുമില്ല. വളരെ കുറച്ച് കാര്യങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ കടൽ പോലെ പഠിക്കേണ്ട കാര്യമില്ല. സെലക്ട് ചെയ്ത് പ്രസിയായിട്ടുള്ളൊരു പഠനമാണ് അവിടെ ആവശ്യം വരുന്നത്. പിന്നെ മാത്സ് ആൻഡ് റീസണിങ് വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെറും 10 മാർക്കിനാണ് അത് ചോദിക്കുന്നത്. അതായത് ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഭാഗത്ത് നിന്നാണ്. ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി അറിയാവുന്ന ഒരാൾക്ക് ഈ പരീക്ഷ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡിഗ്രി നിലവാരമുള്ള ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ഡിസ്ക്രിപ്റ്റീവ് ആണ്. കാരണം ഇതൊരു സിവിൽ സർവീസ് പോലെ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, ഒരു മെയിൻ എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വരുന്ന ഒരു ഹൈ പ്രൊഫൈൽ ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമേ പറ്റൂ. ഒരുപാട് ഇംഗ്ലീഷിൽ ഒരുപാട് നോളജ് വേണം, നല്ലതുപോലെ എഴുതാൻ അറിയണം, ഒരുപാട് ഐഡിയാസ് വേണം എന്നൊക്കെ പലർക്കും അബദ്ധധാരണകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാൽ മതി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഒരു പ്രസി ചോദിക്കും. പ്രസി എന്താണെന്ന് ചോദിച്ചാൽ 1/3 ചുരുക്കി എഴുതാൻ, ഒരു പാസേജ് തന്നിട്ട് 1/3 സംഗ്രഹിച്ച് എഴുതാൻ ചോദിക്കും. യഥാർത്ഥത്തിൽ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഈ 10 മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരു 10 ക്വസ്റ്റ്യൻ, 10 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച് ഒരു നല്ല അധ്യാപകൻ്റെ ഗൈഡൻസോട് കൂടി പോയാൽ തീർച്ചയായിട്ടും ഈ 10 മാർക്ക് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. രണ്ടാമത് റീഡിംഗ് കോമ്പ്രിഹെൻഷനാണ്. വലിയ വിഷയമുള്ള മേഖലയല്ല. കുട്ടിക്കാലം മുതൽ നമ്മൾ പാസേജ് തന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി ശീലിച്ചവരാണ്. റീഡിംഗ് കോമ്പ്രിഹെൻഷൻ കുട്ടിക്കാലം മുതൽ നമ്മൾ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് പരിചയിച്ചാണ്. എന്തായാലും നിലവാരമുണ്ട്, സ്റ്റാൻഡേർഡാണ്. 10 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, 2 മാർക്ക്. 20 മാർക്കിനാണ് ഈ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ചോദിക്കുന്നത്. അത് നമ്മൾ 20 മിനിറ്റ് കൊണ്ട് വായിച്ച് മനസ്സിലാക്കി ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണം. ഒരു 20ഓളം പാസേജ് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ ആർക്കും ഈസി ആയിട്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മാർക്ക് തന്നെയാണ് ഈ 20 മാർക്ക്. ഇനി എസ്സേ. നേരത്തെയൊക്കെ 2019 വരെ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. അതിന് പകരം ചോദിച്ചിരുന്നത് ലെറ്റർ റൈറ്റിംഗ് ആയിരുന്നു. അത് നമുക്കറിയാം, വളരെ എളുപ്പമായിരുന്നു. അതിപ്പോൾ ഇല്ല. പകരം റീഡിംഗ് കോമ്പ്രിഹെൻഷനാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്ത് ഡിസ്ക്രിപ്റ്റീവിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന എസ്സേ ആണ്. അവിടെ 3 എസ്സേ ചോദിക്കും, 2 എണ്ണം എഴുതണം. ഒരു എസ്സേക്ക് 15 മാർക്ക്, 2 എസ്സേയും കൂടെ ചേർത്ത് 30 മാർക്കാണ്. സമയം എത്രയാണെന്ന് ചോദിച്ചാൽ 1 മണിക്കൂറാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുടെ മൊത്തം സമയം. അതിൽ 10 മിനിറ്റ് നമ്മൾ പ്രസി എഴുതണം, 20 മിനിറ്റ് നമ്മൾ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ എഴുതണം, ബാക്കിയുള്ള 30 മിനിറ്റാണ് 2 എസ്സേക്കും കൂടെ ഉള്ളത്. അതായത് 15 മിനിറ്റ് വെച്ച് എസ്സേ എഴുതി പഠിക്കണം.
കഴിഞ്ഞ തവണ ചോദിച്ച എസ്സേ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ റെലവൻ്റ് ആയിട്ടുള്ള സമകാലികമായ വിഷയങ്ങളെ പറ്റിയും ജുഡീഷ്യറിയെ പറ്റിയും ഒക്കെ ആയിരിക്കും പലപ്പോഴും ചോദിക്കുന്നത്. ഇപ്പോൾ 2019 കോവിഡിൻ്റെ ഇമ്പാക്റ്റ് ചോദിച്ചിരുന്നു. ആ സമയത്ത് വന്നൊരു സംഭവമാണ്. അത് 2024 നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുമില്ല, ചോദിച്ചതുമില്ല. 2023 ചോദിച്ചത് AI ഇൻ ജുഡീഷ്യറിയാണ്. നമുക്കറിയാം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉദ്യോഗാർത്ഥികളെ പഠിപ്പിച്ച് വിട്ടതാണ്, അതുപോലെ തന്നെ ചോദിച്ചു. പിന്നെ എല്ലാ കാലത്തും റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് രണ്ടാമത് ചോദിച്ചത്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ് ചോദിച്ചു. മൂന്നാമത്തെ ചോദിച്ചത് ഗ്ലോബൽ ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക് സാങ്ഷൻസ് ആണ് ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണം എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കഴിഞ്ഞ 2024 പരീക്ഷയെപ്പറ്റി പറയുമ്പോൾ. കാരണം ഞാൻ പഠിപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ഏകദേശം 60-ൽ 45, 50 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. 60-ൽ 45, 50 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ളതിന് തെളിവാണ്. ഒരുപാട് പേര് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജോലി സാധ്യതയെപ്പറ്റി പറയാം. 2019 എനിക്ക് 90-ന് മുകളിൽ ആൾക്കാരെ നിയമിച്ചിരുന്നു. 2024 ആയപ്പം ഏകദേശം 55-60 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. കഴിഞ്ഞ 2 തവണയും ഡിസ്ക്രിപ്റ്റീവ് പാടാണെന്ന് പറഞ്ഞ് മാറി നിന്ന പല ഉദ്യോഗാർത്ഥികളെയും ഞങ്ങൾ കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ജോലിയിൽ പ്രവേശിപ്പിച്ച ചരിത്രമുണ്ട്. ഞാൻ വെറും വാക്ക് പറയുമല്ല, ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻ്റായിട്ടുള്ള പല ഉദ്യോഗാർത്ഥികളെയും ഞാൻ പഠിപ്പിച്ചതാണ്. അവരെൻ്റെ ഉദ്യോഗാർത്ഥികളാണ്. അവരുടെ ജോലിയിൽ എനിക്കും ഒരു പങ്കുണ്ട് എന്നുള്ളത് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 2 തവണയും ഞാൻ ഈ പരീക്ഷയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നു. ഒരുപാട് പേരെ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് അയച്ചിരുന്നു. ജോലി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. ആ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം 2027 തന്നെ പരീക്ഷയുണ്ടാവും. 2026 അവസാനം നോട്ടിഫിക്കേഷൻ വരും. എത്ര സമയം വേണം നമുക്കിത് പഠിച്ചെടുക്കാൻ? 6 മാസത്തെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ചോദിച്ചാൽ, നമുക്ക് ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയുള്ള ചില ബേസിക് കാര്യങ്ങൾ തുടക്കത്തിലെ പഠിപ്പിച്ചു തുടങ്ങണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പിന്നോക്കം നിൽക്കുന്നവർക്ക് ബേസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ സെറ്റാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കോഴ്സിനെ കുറിച്ച് പറയാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഗ്രാമർ ബേസ് സെറ്റാക്കി എടുക്കണം. അത് കഴിഞ്ഞ് ലീഗൽ വൊക്കാബുലറി ഭാഗത്തേക്ക് പോകണം. അതിനുശേഷം GK, മാത്സ് വിഷയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നൽകുന്നതായിരിക്കും. ഇനി എന്താണ് നമ്മളുടെ കോഴ്സ്? 150 ദിവസത്തെ സ്റ്റഡി പ്ലാനോടുകൂടി നമുക്കൊരു 6 മാസത്തെ സമയം വേണം. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് 150 ദിവസത്തെ സ്റ്റഡി പ്ലാനോടുകൂടി എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പോടുകൂടി ഗോൾഡ് ബാച്ച് മെയ് ആദ്യ വാരത്തിൽ ആരംഭിക്കുന്നുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം 50 മാർക്കിൻ്റെ ഗ്രാമർ വൊക്കാബുലറി കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. എൻ്റെ ക്ലാസ് മാത്രം മതിയാകും നിങ്ങൾക്ക് ഈ 50 മാർക്കിൻ്റെ ഗ്രാമർ വൊക്കാബുലറി ഈസി ആയിട്ട് നേടിയെടുക്കാൻ. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ ലീഗൽ വൊക്കാബുലറി എക്സ്പെർട്ടിനെ തന്നെയാണ് നിങ്ങൾക്ക് ലീഗൽ വൊക്കാബുലറി എടുക്കാൻ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപികയാണ്. അതുമാത്രമല്ല LLBക്ക് റാങ്ക് നേടിയ ഒരു അധ്യാപിക കൂടിയാണ്. ഏറ്റവും നല്ല അധ്യാപകരെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ്, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ കോഴ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനായിരിക്കും ഇതിൻ്റെ മെയിൻ മെൻറ്റർ. അതുമാത്രമല്ല, രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള മറ്റൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഈ കോഴ്സിന് നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് മെൻറ്റർ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ അയച്ചു തരുന്ന എസ്സേയ്സും പ്രസിയും റീഡിംഗ് കോമ്പറ്റീഷനും ഒക്കെ കറക്റ്റ് ചെയ്തു തരാൻ നിങ്ങൾക്കൊരാളെ നമ്മൾ മെൻറ്ററായിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും. അതുമാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ന്യൂ മോഡൽ ചോദ്യങ്ങൾ, ഞാൻ തന്നെ തയ്യാറാക്കിയ മോഡൽ ഗ്രാമർ വൊക്കാബുലറി മോഡൽ ചോദ്യങ്ങൾ, ലീഗൽ വൊക്കാബുലറി, ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട സെലക്റ്റഡ് ആയിട്ടുള്ള 10-30 എസ്സേയ്സ്, അങ്ങനെ നിരവധി പ്രത്യേകതകളാണ് ഈ കോഴ്സിന് ഉള്ളത്. ഏർലി ബേർഡ് ക്യാച്ചസ് ദ ഫ്ലൈ എന്നൊരു പ്രോവർബുണ്ട്. നേരത്തെ തുടങ്ങുന്നവൻ നേരത്തെ എത്തും. നമുക്കറിയാം, ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് സമയത്തല്ല നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. സാധാരണ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് പരീക്ഷ നടക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങുന്നത് അനിവാര്യമാണ്. നമ്മൾ ഇത്രയും നാൾ എന്തിന് വെയിറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഡിഗ്രി പ്രിലിംസ് പരീക്ഷ കഴിയട്ടെ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ നമുക്ക് സമയം കുറവാണ്. അത് മനസ്സിലാക്കിയാണ് ഇങ്ങനൊരു കോഴ്സ് തുടങ്ങുന്നത്. ഈ കോഴ്സിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് ഈ മേഖലയിൽ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുത്താലും നിങ്ങൾ കറങ്ങി മിക്കവാറും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ആദ്യം തന്നെ നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമാകണം. അത് ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്.
ഇത് അവസാനിക്കുന്നില്ല. തുടരെ തുടരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയായിരിക്കണം, ഡിസ്ക്രിപ്റ്റീവ് പഠനം എങ്ങനെയായിരിക്കണം, അങ്ങനെ നിരവധി കാര്യങ്ങളുമായിട്ട് ഞാനും എൻ്റെ ടീമും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. സോ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് നോട്ട് ആൻ എൻഡ്, ഇറ്റ്സ് എ ബിഗിനിങ്. ഇതൊരു അവസാനമല്ല, തുടക്കം മാത്രമാണ്. ഈ കോഴ്സ് അവസാനിക്കുന്നത് വരെ ഒരു നെടുനായകത്വം വഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാകും. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കോഴ്സിനെ കുറിച്ച് തിരക്കുക, ജോയിൻ ചെയ്യുക. ആദ്യത്തെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.